വിജയം അന്തിമമല്ല, പരാജയം മാർഗവുമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാക്കുകളാണ്. ഇന്ന് ആത്മഹത്യാ വിരുദ്ധ ദിനമാണ്. ജീവിതയാത്രയിൽ പല തിരിച്ചടികളും നേരിടാം. പക്ഷെ അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ചേ മതിയാവും. ഓരോ ദിവസവും വലിയ വെല്ലുവിളിയും മഹായുദ്ധങ്ങളുമാണ് ചില മനുഷ്യർക്ക്. പക്ഷേ ഓരോ ദിവസവും ആ മഹായുദ്ധങ്ങളെ വിജയിച്ചു കഴിഞ്ഞ് സുഖമായി ഉറങ്ങുമ്പോൾ ചെയ്ത യുദ്ധം ഒരു തമാശയായി തോന്നും. എത്ര തവണയും നമ്മൾ വീഴാം. പക്ഷേ അവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ള കരുത്താർജിക്കുക എന്നതാണ്. തുറന്ന് സംസാരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, യാത്രകൾ ചെയ്യുക. അങ്ങനെ നമ്മളെ തന്നെ വീണ്ടെടുക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കഥ കേട്ടിരുന്നു. ആ കഥ പിന്നീട് ഒരു നാടോടി കഥയാണ്. പൗലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ കഥയിൽ ചുരുക്കം ഇങ്ങനെയാണ്. ഒരാൾക്ക് ഒരുപാട് സങ്കടമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സങ്കടം. ലോകത്ത് ഏറ്റവും കൂടുതൽ ദുഃഖമുള്ളത് എനിക്കാണെന്ന് അയാൾ അങ്ങ് സങ്കല്പിച്ചു. എന്നിട്ട് അയാൾക്കൊരു മോഹം ജനിച്ചു. ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു ലോകത്ത് ഇങ്ങനെ സങ്കടങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ കഴിയുന്നൊരു കാലമുണ്ടെങ്കിലോ, അങ്ങനെ ഒരു കാലത്ത് ഒരു മനുഷ്യൻ അയാളുടെ സങ്കടം കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഒരു യാത്ര ആരംഭിക്കുന്നു. തൻ്റെ കയ്യിലുള്ള മുഴുവൻ ദുഃഖങ്ങളും ഒരു പുതപ്പ് കൊണ്ട് മൂടി പുറകിലൊരു ചാക്കുകെട്ടാക്കി മാറ്റി അതും ചുമന്നുകൊണ്ടാണ് യാത്ര. നല്ല ഭാരമുണ്ട്, ദുഃഖത്തിൻ്റെ കനത്ത ഭാരം. ആ യാത്ര ഇങ്ങനെ തുടർന്നു. യാത്ര വഴികൾ ഇങ്ങനെ വളഞ്ഞ വഴികളിലൂടെയൊക്കെ ദുർഘടമായ യാത്ര ഒരു കുന്നിൻ്റെ മുകളിലേക്കെത്തി. ഒരു ദേവാലയത്തിൽ ആ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കണം. ആ സങ്കടത്തിൻ്റെ ഭാണ്ഡക്കെട്ട് ഇറക്കി വെച്ച് നിങ്ങൾക്ക് കുറഞ്ഞ സങ്കടമുള്ള ഒരു ഭാണ്ഡക്കെട്ടെടുത്ത് തിരിച്ചു പോകാം. ഇതാണ് ആ കഥയിലെ ചുരുക്കം. അങ്ങനെ അയാൾ മലകൾ കയറി, കുന്നുകയറി ആ ക്ഷേത്രത്തിൻ്റെ ദേവാലയത്തിൻ്റെ മുന്നിലെത്തി. അവിടെ നോക്കിയപ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത വിധം ഇയാൾ കൊണ്ടുവന്ന ചാക്കുകെട്ടിനേക്കാൾ, ഭാരത്തിൻ്റെ വലിയ ഭണ്ഡാരത്തേക്കാൾ വലിയ ചാക്കുകെട്ടുകളുമായി, ഒരുപക്ഷെ അതിൻ്റെ 10 ഇരട്ടിയും 100 ഇരട്ടിയും വലിപ്പമുള്ള വലിയ ചാക്കുകളും പുതപ്പുകളുമായി മനുഷ്യർ ഇയാളെ പിന്നാലെ ഓടുകയാണ്. ഇയാൾ ഏറ്റവും കുറഞ്ഞ ചാക്കുകെട്ടുമായി, ദുഃഖത്തിൻ്റെ ഒരു പുതപ്പുമായി എത്തിയ ആളാണ്, ദുഃഖത്തിൻ്റെ കെട്ടുമായി എത്തിയ ആളാണ്. ഇയാളെ തിരിഞ്ഞ ആളുകൾ ഓടുകയാണ്. അയാളുടെ സങ്കടം എനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഒടുവിൽ അയാൾ കഷ്ടപ്പെട്ട് തിരിച്ച് കുളിലെത്തി. എൻ്റെ സങ്കടം എൻ്റെ സൗഭാഗ്യം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്ന് ആലോചിച്ചുകൊണ്ട് സുഖമായി കിടന്നുറങ്ങിയെന്നാണ് കഥ. നമ്മൾക്കൊക്കെ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് പ്രധാനം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം നിങ്ങൾ കയറി ഒന്ന് ജീവിച്ചു നോക്കൂ. അപ്പോഴറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രയാസത്തിൻ്റെ കുറവ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആത്മഹത്യ പ്രതിരോധ ദിനത്തിൽ നമ്മുടെ പ്രഭാത വാർത്തായാത്ര തുടങ്ങുകയാണ്. ഓണം എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ അനിഴമായി പൂക്കളത്തിൻ്റെ നിറങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയായിരിക്കും, അല്ലേ? എന്തായാലും ഓണത്തിരക്കിലെ കൂളിയിട്ട് കഴിഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓണാശംസകൾ അഡ്വാൻസായി തന്നെ നേരുന്നു.